തിരൂരുള്ള മുഹമ്മദ് ഫാരിസ് ഷെഫ്ന ദമ്പതികളുടെ വീടാണ് നമ്മൾ ഇന്ന് ഹോം ടൂർ ചെയ്യുന്നത്. ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു സ്റ്റോറി തന്നെ പറയാനുണ്ട്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, അവനവൻ്റെ 30 വയസ്സ് മുതൽ 40 വയസ്സിൻ്റെ ഇടയിലാണ് ഒരാൾ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. ആ സമയത്ത് നമുക്കറിയാം, ഒരു 6-7 കൊല്ലം നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ കയ്യിൽ എത്രയാണ് ബാലൻസ് ഉള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇനി ഒരു 10 വർഷം വർക്ക് ചെയ്താൽ നമുക്ക് എത്രയാണ് സമ്പാദിക്കാൻ പറ്റുക എന്നുള്ളത് കൃത്യമായിട്ടുള്ള ധാരണ നമുക്കുണ്ടാവും. ഇനി നമുക്കൊരു പ്രോപ്പർട്ടി വിറ്റാൽ കിട്ടുന്ന പൈസ ഏതാണ്, നമ്മുടെ ബഡ്ജറ്റിനെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാവും. പക്ഷെ നമ്മളത് ധാരണ ഇല്ലാത്ത പോലെ നമ്മൾ സ്വയം അഭിനയിക്കുകയാണ് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഞാൻ ഈ വീടിൻ്റെ മുന്നിൽ വെച്ച് അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഈ വീട് 7.5 സെൻറ്റ് സ്ഥലമാണ് അദ്ദേഹം വാങ്ങിയിട്ടുള്ളത്. അദ്ദേഹത്തിന് എത്രയാണോ വാങ്ങേണ്ടത് 7.5 സെൻറ്റേ വാങ്ങിയിട്ടുള്ളൂ. അതേപോലെ തന്നെ 2200 സ്ക്വയർ ഫീറ്റിൽ പരിമിതപ്പെടുത്തി. അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു, മുകളിൽ 4 ബെഡ്റൂം ആക്കായിരുന്നു, 2 ബെഡ്റൂം ആക്കായിരുന്നു. ഒരു ബെഡ്റൂം മാത്രമേ മുകളിൽ ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ 44 ലക്ഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനും പറ്റി. വിതൗട്ട് ഇൻറ്റീരിയർ ആണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇൻറ്റീരിയറിന് എത്ര കോസ്റ്റ് എന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഇത് ചെയ്തിട്ടുള്ളത് മാഗ്നോ ആർക്കിടെക്ട്സ് എന്ന് പറഞ്ഞ ടീമാണ് ഇതിൻ്റെ സ്ട്രക്ചർ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇൻറ്റീരിയർ ആണ് അത്ഭുതം. നമ്മളെ വീഡിയോ തന്നെ റെഫറലായിട്ട് എടുത്തിട്ട് അത് പഠിച്ച് അതിൽ ഓരോ ഭാഗങ്ങളും സ്റ്റഡി ചെയ്തിട്ട് ഇവർ തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അതിമനോഹരമായ കാഴ്ചയാണ്. ഇൻറ്റീരിയറിലൊക്കെ ഭയങ്കര ആംബിയൻസ് ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇങ്ങനെ ചെയ്തുകൊണ്ട്, അതായത് 2200 സ്ക്വയർ ഫീറ്റിൽ ഒതുക്കിയുകൊണ്ട് ഇവർക്കുള്ള മെച്ചം എന്താ വെച്ചാൽ, ഇവർക്ക് കോമ്പൗണ്ട് വാള് ചെയ്യാൻ പറ്റി, ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാൻ പറ്റി, ഇൻ്റർലോക്ക് ചെയ്യാൻ പറ്റി, ഗേറ്റ് ചെയ്യാൻ പറ്റി, ഒരു വീടിൻ്റെ എല്ലാ വർക്കും ഇൻറ്റീരിയറൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ടായിരിക്കണം നിങ്ങൾ ഏരിയ ഫിക്സ് ചെയ്യേണ്ടത്. ഇന്ന് ഏറ്റവും മിനിമം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ ഏറ്റവും മിനിമം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 18 ലക്ഷം രൂപ കോസ്റ്റ് വരുന്നുണ്ട്. ഏറ്റവും മിനിമം അതിൻ്റെ മുകളിലോട്ടാണ് സാധ്യത. ഇൻറ്റീരിയർ വിത്തൗട്ട് ഇൻറ്റീരിയറാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ വീടിൻ്റെ ഫുൾ കാഴ്ചകളൊന്ന് കാണാം. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഓരോന്നും നിങ്ങളുടെ വീട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ സംഗതികളാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗേറ്റാണ്, സ്ലൈഡിങ് ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഇത്തരം കുറഞ്ഞ മുറ്റാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സ്ലൈഡിങ് ഗേറ്റാണ്. ഇത് സ്ലൈഡിങ് ഗേറ്റ് എന്ന് മാത്രമല്ല, ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ നോക്കണം. ഏകദേശം ഒരു 5 മീറ്ററോളം ഇട്ടിട്ടുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ, ഈ റോഡിൻ്റെ വിഡ്ത്ത് വളരെ കുറവാണ്. അപ്പോൾ ഇത്രയും വിഡ്ത്ത് കുറയുമ്പോൾ വണ്ടി ഈസി ആയിട്ട് ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു വിഡ്ത്ത് നമ്മൾ നല്ലോണം കൂട്ടണം. ഏകദേശം എനിക്ക് 5.5 മീറ്ററിലധികം വരുന്നുണ്ട്. ഫുള്ള് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് എന്ത് ഒരു നാച്ചുറൽ, നമ്മൾ ബാംബൂ സ്റ്റോൺ തന്നെയാണ്, കോബിൾ സ്റ്റോൺ അല്ല, പക്ഷേ കോബിൾ സ്റ്റോണിൻ്റെ സൈസിലാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കടപ്പയാണ് ഈ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിലൂടെ എന്തെങ്കിലും ബാംബൂ സ്റ്റോൺ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എല്ലാ ഭാഗങ്ങളും ചെയ്തിട്ടുണ്ട്. പറയാനുള്ള കാരണം എന്താ, ഈ 2200 സ്ക്വയർ ഫീറ്റിൽ എന്തുണ്ട്, അവരുടേതായിട്ടുള്ള ചെറിയ വണ്ടി നിർത്തുള്ള ചെറിയൊരു പോർഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3.30 വിടുത്ത് വരുന്നുണ്ട്, ഏകദേശം 3 മീറ്റർ ലെങ്ത്ത് വരുന്നുണ്ട്. വളരെ എത്രയാണോ 2200 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിന് പോർഷൻ്റെ സൈസ് വരാം, അതേ സൈസിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ, സൈഡിൽ ഏകദേശം ഗ്യാപ്പ് നോക്കി മനസ്സിലാവും. ആ ഭാഗത്തൊക്കെ ഗ്യാപ്പ് ഉണ്ട്. ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് പ്ലോട്ട് പോകുന്നത്. ഇവിടെ ഏകദേശം ഒരു 1.5 മീറ്റർ അവർ ഗ്യാപ്പ് ഉണ്ട്. വീടിൻ്റെ ഫ്രണ്ട് ഈ ഭാഗത്ത് അത്യാവശ്യം മുറ്റുണ്ട്. അങ്ങോട്ട് വരുമ്പോൾ കറക്റ്റ് 3 മീറ്റർ മാത്രമേ മുറ്റുള്ളൂ. ഇതിൻ്റെ എലിവേഷൻ പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ബോക്സ് ടൈപ്പ് എലിവേഷനാണ്. കേരളത്തിലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എലിവേഷൻ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നമ്മുടെ ഫ്രണ്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അപ്പം തന്നെ വിളിച്ച് ഇന്ന് തന്നെ വരാനുള്ള കാരണം, അവർ ഇന്നലെ തന്നെ പോസ്റ്റ് ചെയ്ത് ഇന്ന് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ആ സംഭവം മനസ്സിലാക്കാൻ അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു എലിവേഷനാണ്. സോ സിറ്റ് ഔട്ട് പോർച്ചും അതുപോലെ തന്നെ ലിവിങ്ങിൻ്റെ വിൻഡോവും ഒരു ഫ്ലാറ്റ് റൂഫ് ഉണ്ട്. സിറ്റ് ഔട്ട് ഫ്ലാറ്റ് റൂഫാണ്. സിറ്റ് ഔട്ടിൻ്റെ മുകളിൽ ഓപ്പൺ ഡ്രസ്സാണ്. മുകളിൽ വരുന്ന സീൻ ബിലോൻ്റെ ഏരിയ എന്തെങ്കിലും മഞ്ഞ പെയിൻ്റ് അടിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു പ്രത്യേക ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഫിക്സ്ഡ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. വിൻഡോസൊക്കെ ഒരു UPVC വിൻഡോസാണ് കൊടുത്തിട്ടുള്ളത്. നല്ല സ്ലൈഡിങ് ആയിട്ടുള്ള വിൻഡോസാണ് ഇവിടെ കൊടുത്തിട്ടുള്ള. ഈ ലാറ്ററൈറ്റിൻ്റെ ക്ലാഡിങ് ഉണ്ടല്ലോ, അത് ഈ വീടിൻ്റെ ഡിസൈൻ മാച്ച് ആവുന്നത് നല്ല രീതിയിലുള്ള പ്ലാൻസുകൾ വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റെപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾ ലെങ്ത്ത് വരുന്ന സ്റ്റെപ്പുകളാണ്. ഈ ഒരു ഭാഗത്തും ആ ഒരു ക്ലാഡിങ് സ്റ്റോൺ അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയ പോർഷനിൽ ക്ലാഡിങ് സ്റ്റോൺ ഉണ്ട്. അപ്പോൾ 7 സെൻറ്റ് ആയതുകൊണ്ട് ഇവിടെ കൃത്യമായിട്ട് ഒരു 1.20, കറക്റ്റ് 1.20 ഈ ഒരു ഭാഗത്ത് ഗ്യാപ്പ് ഇട്ടുള്ളത്. കോമ്പൗണ്ട് വാളൊന്നും എവിടെയും മോശമാക്കിയിട്ടില്ല. ഇവിടെ എന്ത് നല്ല ഇൻഡസ്ട്രിയലിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ വേണമെങ്കിൽ പ്ലാൻസ് വെച്ച് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. 3 പ്ലാൻസുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിറ്റൗട്ടിൻ്റെ സ്റ്റെപ്പ് വീണ്ടും പറയുകയാണെങ്കിൽ സ്റ്റെപ്പ് ലെങ്ത്തിലുള്ള സ്റ്റെപ്പാണ്. ഫുൾ ലെങ്ത്തിൽ 3 സ്റ്റെപ്പ് കയറിയാൽ നമ്മൾ സിറ്റൗട്ടിലെത്തുക. സിറ്റൗട്ടിൽ മനോഹരമായിട്ടുള്ള ഒരു ടീപ്പോയും ഒരു ചെയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലും ഒരു സ്ലൈഡിങ് വിൻഡോ ഉണ്ട്. മെയിൻ ഡോറ് നിങ്ങൾ ഇവിടുന്ന് കാണുന്നുണ്ടാവും. വളരെ സിമ്പിളായിട്ട് ചെയ്ത മെയിൻ ഡോറിനെ കുറിച്ചിട്ട് ഞാൻ ഫാരിസിനോട് പറഞ്ഞു. ഫാരിസ് പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാ വീടുകളും
മെയിൻ ഡോർ സെപ്പറേറ്റ് ചെയ്യാറുണ്ടല്ലോ, അത് നമുക്ക് ഉപകാരമായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ നമ്മളെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു ഏകദേശം അതുപോലെയല്ല, എന്നാൽ അതിന് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് ആ ഒരു പാറ്റേൺ കടമെടുത്തുകൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ള ഒരു മെയിൻ ഡോറാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട സിറ്റൗട്ടിലെ സീലിംഗ് ആണ്. സിറ്റൗട്ടിലെ സീലിംഗ് ഒരു പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ട് സിമ്പിളായിട്ടുള്ള ഒരു സീലിങ്ങിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ആ സീലിങ്ങിൻ്റെ ഡിസൈൻ ജസ്റ്റ് ഒന്ന് കാണാം. ഒരു പ്രൊഫൈൽ ലൈറ്റ് ഉണ്ട്, അതേപോലെ തന്നെ അത് ഒരു വിനീറിൻ്റെ ഒരു ബ്രിഡ്ജ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫാനും സിറ്റൗട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകൾ സ്കിപ്പ് ചെയ്യരുത്. ഇൻറ്റീരിയർ കാഴ്ചകൾ ചെറിയ വീട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കാണേണ്ട ബെസ്റ്റ് ഇൻറ്റീരിയർ കാഴ്ച. ഏകദേശം കോമ്പൗണ്ട് വാള്, ഗേറ്റ്, ലാൻഡ്സ്കേപ്പിംഗ്, ഇൻറ്റീരിയർ ഇതിനൊക്കെ പാടെ അവർക്ക് ഏകദേശം ഒരു 12-13 ലക്ഷം രൂപ ചിലവ് വന്നിട്ടുണ്ട്. ടോട്ടൽ കോസ്റ്റ് വരുന്നത് ഏകദേശം 56 ലക്ഷം 55 ലക്ഷം രൂപയാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകളൊന്ന് കാണാം. നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടോ, കാരണം ഇതിൻ്റെ ചെറിയ വീടാണ്, പക്ഷേ ഇതിൻ്റെ ഇൻറ്റീരിയർ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ വലിയ വീടിൻ്റെ ഒരു ആംബിയൻസ് ആണ് എനിക്കിതിൽ ഫീൽ ചെയ്തത്. വളരെ സിമ്പിളാണ് കാര്യം. എന്തായത് ലിവിങ്, ഡൈനിങ്, കിച്ചൺ ഓപ്പൺ ആക്കി ലിവിങ്ങിൽ എന്ത് ചെയ്തു, ഡബിൾ ഹൈറ്റ് കൊടുത്തു. അതോടെ എന്തായി, ഒരു വലിയ വീടിൻ്റെ ഒരു ലക്ഷറി വീടിൻ്റെ ഫീൽ വന്നു. ഡബിൾ ഹൈറ്റ് കൊടുക്കാൻ പല ആളുകൾക്കും മടിയാണ്, പക്ഷേ ഡബിൾ ഹൈറ്റ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഫീൽ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ. വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള 2 സോഫയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒരു 3 ചെയറും അതുപോലെ തന്നെ ഒരു 2 സീറ്റുള്ള ചെയർ, അതേപോലെ തന്നെ സിമ്പിളായിട്ടുള്ള കർട്ടൻ ഉണ്ട്. ഇവിടെ ഒരു കാലിഗ്രാഫി യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം പ്ലെയിൻ ചുമരായതുകൊണ്ട് അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സിമ്പിളായിട്ടുള്ള ഒരു കാലിഗ്രാഫി ഉണ്ട്. ഒരു വുഡിൽ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ടീപ്പോയി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കാർപ്പറ്റ് ഉണ്ട്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ വീട്ടിൽ നിന്ന് കാണുന്ന ഫസ്റ്റ് കാഴ്ച, ഈ ഡൈനിങ് ആൻഡ് കിച്ചണിൻ്റെ കാഴ്ച. അതിൽ വളരെ മാച്ചാക്കിയാണ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ഡൈനിങ് ടേബിളും ചെയേഴ്സും കിച്ചൻ്റെ ക്യാബിനറ്റിൻ്റെ വർക്കുകളും കിച്ചൻ്റെ ബാർ ചെയേഴ്സിൻ്റെ വർക്കുകളും ഒക്കെ പാടെ മാച്ചായിട്ട് ഒരു വുഡൻ കോൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആംബിയൻസ് കയറുമ്പോൾ കിട്ടുന്നത് അതിന് മാച്ചാകുന്ന ഒരു സീലിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്, ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് വുഡ് വെച്ചിട്ടുണ്ട്. അതിന് നല്ല ഹാങ്ങിങ് ലൈറ്റ്സ് ഉണ്ട്. ആ ഭാഗത്തേക്ക് ഒരു നല്ല ലൈറ്റും കൂടി അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കിച്ചൺ, ഡൈനിങ് ഹാളിൽ ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബാർ ചെയർ ഇട്ടിട്ട് നമുക്കൊരു 3 ബാർ ചെയർ ഇടാൻ പറ്റുന്ന ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചൺ ആണെങ്കിൽ ഒരു വുഡൻ ഗ്രീൻ കളറിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സ്ലാബ് ആണെങ്കിലും സിങ്ക് ആണെങ്കിലും എല്ലാം മേക്ക് ചെയ്തിട്ടുള്ള കിച്ചണാണ്. ഇതിൻ്റെ ഈ ഭാഗത്ത് തന്നെയാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രിഡ്ജ് ഉണ്ട്. വളരെ സൗകര്യത്തിൽ ഒരു C ഷേപ്പ് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു കിച്ചണാണ്. ഇതിൽ ഈ 2 ഹാങ്ങിങ് ലൈറ്റുകൾ എടുത്തു പറയേണ്ടത് തന്നെ. ഇതെല്ലാം വരുമ്പോഴാണ് ഈ ഡിസൈൻ എന്ത് ചെയ്യുന്നത്, ഒരു പൂർണ്ണതയിലെത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ എലമെൻറ്റും കൂട്ടുമ്പോൾ ആ സിറ്റൗട്ടിൻ്റെ ഡോറ് തുറന്ന് ഈ വീട്ടിലേക്ക് കയറുമ്പോൾ ആംബിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു അടിപൊളിയാണ്, നിങ്ങൾ വന്ന് കാണേണ്ടത് തന്നെയാണ്. കിച്ചണിലാണ് സ്റ്റോർ റൂം കൊടുത്തിട്ടുള്ളത്. നല്ല വൃത്തിയിലുള്ള ഒരു സ്റ്റോർ റൂം തന്നെ ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയ കാണിക്കാനുള്ള പരാതി എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്ക് ഏരിയയാണ്. പക്ഷേ ആലുവാടുപ്പില്ല, നമ്മൾ നോർമൽ ഇലക്ട്രിക്കൽ സ്റ്റവ് തന്നെ ഉള്ളൂ. അതേപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കർ വരുന്നുണ്ട്. എന്നാൽ ചിമ്മിണി കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ടോപ്പിൽ കൊടുത്തിട്ടുള്ള ഈ സ്ലാബൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലോറിങ്ങിൽ എല്ലായിടത്തും ഈ ഒരു സെയിം ഫ്ലോറിങ്ങിനെ കൊടുത്തിട്ടുള്ളത്. വർക്ക് ഏരിയ മാക്സിമം ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് 4 സൈഡിൽ ഇതിൻ്റെ ടൈൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ, നമുക്ക് ഒരു ഓപ്പൺ സ്റ്റോറേജ് ഏരിയ ഉണ്ട്. എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊരു ടോപ്പിലും ഒരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണുള്ളത്. നമുക്ക് ആ 2 ബെഡ്റൂമിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. മാസ്റ്റർ ബെഡ്റൂമൊക്കെ എങ്ങനെ കോസ്റ്റ് കുറക്കാം എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. മാസ്റ്റർ ബെഡ്റൂം പോണ ഈ ഭാഗത്ത് നല്ല ക്ലോക്കും ഒരു ചാർക്കോളിൻ്റെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ മാസ്റ്റർ ബെഡ്റൂമിൽ എൻ്റർ ചെയ്യാണ്. മാസ്റ്റർ ബെഡ്റൂമിൽ നമുക്ക് കോസ്റ്റ് കുറക്കാനുള്ള ഏറ്റവും സിമ്പിൾ മാർഗ്ഗം എന്താ വെച്ചാൽ ബെഡ് ഫർണിച്ചർ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ നമുക്ക് കോസ്റ്റ് പരിധി വരെ കുറക്കാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റീരിയർ വരുമ്പോൾ എന്ത് ചെയ്യാം, വാർഡ്രോബും അതിൻ്റെ മിറർ യൂണിറ്റും സൈഡ് ടേബിളും ഒക്കെ എന്ത് ചെയ്യുക, അതേപോലെ തന്നെ ചെയ്യുക. മറ്റ് ബെഡ് നമുക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കോസ്റ്റ് കുറക്കണം. ഇനിയും കോസ്റ്റ് കുറക്കണമെങ്കിൽ വാർഡ്രോബും പർച്ചേസ് ചെയ്താൽ മതി. പക്ഷേ ഈ ഒരു സ്റ്റോറേജ് ഏരിയയും ഈ ഒരു ഫീലിംഗ് കിട്ടണമെങ്കിൽ നമ്മൾ ഇൻറ്റീരിയർ ഇതേപോലെ തന്നെ ചെയ്യണം. സീലിംഗ് നോക്കുകയാണെങ്കിൽ ജിപ്സും വിനീറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് കാണിച്ചിട്ടുള്ളത്. ഈ ഭാഗത്ത് ഒരു മിറർ യൂണിറ്റ് ഉണ്ട്, ചെറിയൊരു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വാർഡ്രോബിൻ്റെ ഡിസൈനാണ് ഫുൾ ഒരു ഗ്രേ മൈക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഇവിടെ ഒരു വുഡൻ ടച്ചും അവിടെ ഈ വുഡൻ ടച്ചിന് മാച്ച് ആവുന്ന രൂപത്തിലുള്ള മുകളിലെ ഒരു ഡിസൈനും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. അറ്റാച്ച് ബാത്റൂമിൻ്റെ കാഴ്ച ഒന്ന് കാണാം. ഇനി ഇവിടെ ഒരു ബെഡ്റൂം കൂടി ഉണ്ട്. പക്ഷെ ആ ബെഡ്റൂമിൽ പോകുന്നതിന് മുന്നേ നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെയറിൻ്റെ ഏരിയയാണ്. കോൺക്രീറ്റിൻ്റെ സ്റ്റെയറിനാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ത്രെഡിൽ അവർ കൊടുത്തിട്ടുള്ളത് വുഡനാണ്.
അതുകൊണ്ട് തന്നെ നല്ലൊരു ഫീൽ ഉണ്ട്. ഏകദേശം 1.5 ഇഞ്ച് കനത്തിലുള്ള വുഡാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ടൈൽ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഗ്രൂ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസും വുഡും കൂടി കൂട്ടിയുള്ള ഒരു ഹാൻഡ് റെയിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ്, ബേസിന് ഒരു വ്യത്യസ്തമായ മിററും കൂടി ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ബെഡ്റൂമാണ് നമ്മൾ പറഞ്ഞു. ഇതിൽ രണ്ടാമത്തെ ബെഡ്റൂം എന്ന് കാണാം. സൈസ് സെയിം തന്നെയാണ്, ഡിസൈനും ആൾമോസ്റ്റ് സെയിം തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫർണിച്ചർ ഷോപ്പിൽ നിന്ന് ഒരു പർച്ചേസ് ചെയ്തിട്ടാണ് ഒരു ബെഡ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു സീലിംഗ് മെത്തേഡ് ഉണ്ട്. ഇവിടെ ഡിഫറെൻ്റ് ആയിട്ട് കാണുന്ന വാർഡ്രോബാണ്. വാർഡ്രോബ് അവർ ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ ഇവിടെ ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു സ്റ്റഡി ടേബിൾ പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ ബെസ്റ്റ് ഓപ്ഷനാണിത്. അവരുടെ ബുക്സൊക്കെ വെക്കാനുള്ള ഏരിയ ഉണ്ട്, അവർക്ക് ഒന്നോ രണ്ടാൾക്കും കൂടി ഇരിക്കാൻ പറ്റും. അവരുടെ വാർഡ്രോബായിട്ടാണ് അവർക്ക് യൂസ് ചെയ്യുക. നേരത്തെ ഇവർ കൊടുത്ത ഈ പാറ്റേൺ ഉണ്ടല്ലോ, ഇത് കിച്ചണിൽ ഈ പാറ്റേൺ ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് ബെഡ്റൂമിൽ കണ്ടു, ഡൈനിങ് ഈ ബെഡ്റൂമിലുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ അടിഭാഗം മാത്രം കൊടുത്തത്. ഇത് ഈ ഡോർമ കംപ്ലീറ്റ് എന്ത് ചെയ്തു, അവർ മൈക്ക് അപ്ലൈ ചെയ്തു. പിന്നെ ഇതേ ഡിസൈൻ മുകളിലും അപ്ലൈ ചെയ്തു. ഒരു പാറ്റേൺ ഒരു റൂമിൽ കൊണ്ടുവരുമ്പോൾ അതിനൊരു വൃത്തി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിലൊരു പ്രത്യേകം എന്ന് വെച്ചാൽ ഇൻറ്റീരിയറിന് പ്രത്യേക ആളുകളുടെ കൺസൾട്ടിങ് ഒന്നും എടുത്തിട്ടില്ല. ഇവർ തന്നെ മറ്റു വീഡിയോ കണ്ട് റെഫർ ചെയ്ത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വാൾ പിക്ചറും കൂടി ഇവിടെ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അപ്സ്റ്റെയറിൻ്റെ കാഴ്ചകൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതാണ്. അപ്സ്റ്റെയറിൻ്റെ കാഴ്ചകൾ നിങ്ങൾ അപ്സ്റ്റെയർ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് കുറക്കാൻ ബെസ്റ്റ് കാര്യം അപ്സ്റ്റെയറിൽ ഏരിയ കുറക്കുക എന്നുള്ളതാണ്. ഇവർ അപ്സ്റ്റെയറിൽ ഒരു ബെഡ്റൂം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ കാഴ്ചയൊന്നും കാണാം. ഒരു നോർമൽ സ്റ്റെയർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എന്നാലും വീടിൻ്റെ ഡിസൈൻ മാച്ചാന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ കൊടുത്ത വുഡ്, ഗ്ലാസ് ഹാൻഡ് റെയിൽ, വുഡൻ ഹാൻഡ് റെയിലൊക്കെ ആയിട്ട് നല്ല വൃത്തിയായിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റെയർ കയറി വരുമ്പോൾ ഇവിടെ നല്ല രീതിയിൽ ഹാങ്ങിങ് ലൈറ്റ്സ് ഉണ്ട്. ആ ലൈറ്റിന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻറ്റർ പോർഷനിൽ ഇത് ഒരു വുഡനും കൂടി സീലിങ്ങിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വീടിക്ക് നമ്മൾ കിടന്ന് വന്നപ്പോൾ ഉള്ള ഫീൽ എന്താണോ അതുതന്നെയാണ് അപ്സ്റ്റെയറിലെ ഫീലും. ഒരു വിശാലമായ ഫീലുണ്ട്. അതിന് കാരണം ഈ അപ്പർ ലിവിങ് ഏരിയ ഡബിൾ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലിവിങ്ങിൻ്റെ കാഴ്ച കൂടി കാണാൻ പറ്റും. ഇതെല്ലാം കൂടി ആകുമ്പോൾ ലിവിങ്ങിക്ക് കയറുമ്പോൾ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോഴും വീടിൻ്റെ ഉള്ളിൽ കയറുന്ന അതേ ഒരു ഫീലിംഗ് തന്നെ വരുന്നുണ്ട്. വ്യത്യസ്തമായ ഒരു ക്ലോക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1:20 സമയം. ഇവിടെ എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ബെഡ്റൂമാണ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിലേക്ക് പോകുന്ന ഈ ഒരു ഗ്യാപ്പിലും നേരത്തെ ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമും നേരത്തെ പറഞ്ഞ അതേ ഡിസൈൻ തന്നെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഒരു ബെഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ബെഡാണ്. സീലിങ്ങിൻ്റെ ഡിസൈൻ ആണെങ്കിലും വാർഡ്രോബിൻ്റെ ഡിസൈൻ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് കാണാം. വാർഡ്രോബ് സിമ്പിളായിട്ടുള്ള വാർഡ്രോബാണ്. നല്ല വൃത്തിയുള്ള ഒരു മൈക്കാണ് അവർ സെലക്ട് ചെയ്തിട്ടുള്ളത്. വർക്കും തന്നെ നല്ല വൃത്തിയുണ്ട്. ഇതിൻ്റെ സൈഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വുഡൻ പാറ്റേൺ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് മിറർ യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി അടങ്ങുന്നതാണ് ഈ വീട്. ഞാൻ വീണ്ടും പറയാണ് 4 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ്, അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങളാണ് ഒന്നാമത്തെ കാര്യം. ആഗ്രഹങ്ങളൊക്കെ അനുസരിച്ച് റിക്വയർമെൻറ്റ്സ് നിങ്ങൾ പറയും. റിക്വയർമെൻറ്റ്സ് ആഗ്രഹങ്ങൾ കൂടുമ്പോൾ റിക്വയർമെൻറ്റ്സ് ഓട്ടോമാറ്റിക് കൂടും. റിക്വയർമെൻറ്റ്സ് കൂടിക്കഴിഞ്ഞാൽ എഞ്ചിനീയേഴ്സിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏരിയ കൂടും. ഏരിയ കൂടിക്കഴിഞ്ഞാൽ ബഡ്ജറ്റ് കൂടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് ആഗ്രഹിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു വീട് എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്ത്, എല്ലാ ഭാഗങ്ങളും ഡിസൈൻ ചെയ്ത്, എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഹൗസ് വാമിങ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.